ഏതിനൊക്കെയാണ് വലിയ പരിഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്തത് ആര്, ചെയ്യുന്നത് എങ്ങനെ, ഏത് വിധം സെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട അന്വേഷണം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പിന് ഇനി പ്രചാരണം അവസാനിക്കാൻ പോലും ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്, അത്ര മാത്രമേ ഉള്ളൂ. ഇതുവരെയുള്ളൊരു സാഹചര്യം നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിലേക്ക് വിഷയങ്ങൾ മാറി. ഇപ്പോൾ കോൺഗ്രസ് ഡീല് തുടങ്ങി. ആ ഡീലിൽ നിന്ന് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനാകുന്ന നില വന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകാത്ത വിധം പല യൂ ടേണൊക്കെ പിന്നീട് അദ്ദേഹത്തിന് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ശബരിമലയിലേക്ക് പോകാനൊരു ശ്രമം നടത്തി. ഇങ്ങനെയൊക്കെ സംഭവം. അവിടെയാണ് രാഹുൽ ഗാന്ധി വന്ന് പാരഡി പാടിയ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്തതിൻ്റെ ഒരു തലം രാഷ്ട്രീയമായി എങ്ങനെ കാണാം? അതിൽ ഈ മുന്നണികളിൽ ആരാണ് അതിലൊരു മുൻതൂക്കം ഇപ്പോൾ നേടിയിട്ടുള്ളത്? പ്രത്യേകിച്ച് കോൺഗ്രസ് പോലും ഒട്ടും ആഗ്രഹിക്കാത്ത വിധത്തിലേക്ക് വയനാടുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് നടുവിൽ അവർ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നടക്കം ഉണ്ട്. അപ്പോൾ അത് യു ഡി എഫിനെ വിഷമിപ്പിച്ചിട്ടുണ്ടോ? അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ, ഏതുവിധം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ? നേരത്തെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക്, അതായത് യു ഡി എഫിനായാലും ബി ജെ പിക്കായാലും എൻ ഡി എക്കായാലും പറ്റിയ അബദ്ധം അവർക്ക് അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമായി വരുന്നത് കൺവെൻഷണൽ മീഡിയ മൊത്തം ഈ പറയുന്ന എൽ ഡി എഫിനും സർക്കാരിനും എതിരാണ്. അവർ അങ്ങനെ തന്നെയാണ്, ഭരണത്തിനെതിരായിരിക്കും എല്ലാ കാലത്തും, അതാണ് മാധ്യമധർമ്മം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഈ സർക്കാരിനെതിരെ ആണ് തുടക്കം മുതലേ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഈ എൽ ഡി എഫിനും ഈ യു ഡി എഫിനും എൻ ഡി എക്കും പറ്റിയ ഒരു പ്രതിസന്ധി ഈ സോഷ്യൽ മീഡിയയിൽ, ഡിജിറ്റൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വീഡിയോകളും മറ്റ് കണക്കുകളുമാണ്. അത് വളരെ മുമ്പ് തന്നെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും ജനങ്ങളുടെ മുന്നിൽ എത്തി എന്നുള്ളതുമാണ് വലിയ പ്രതിസന്ധി. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന പുതിയ അജണ്ടകൾ കൊണ്ടുവരാനുള്ള ഒരു വലിയ പ്രതിസന്ധി അവർക്ക് ഈ മറ്റ് രണ്ട് മുന്നണികൾക്കും ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ അവർക്ക് പുതിയ തലത്തിൽ ആലോചിക്കേണ്ടി മറ്റും വന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന വികസന അജണ്ട, ഈ വികസനം ജനങ്ങളുടെ മുന്നിൽ വച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് മറുപടി പറയാതെ പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ കൂടി വന്നപ്പോഴാണ് ആ പറയുന്ന വികസനം എന്നുള്ളത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ആലോചനയിലാണ് ഈ ഡീൽ ആദ്യമായി വരുന്നത്. ഡീൽ എവിടെ നിന്നാണ്? പാലക്കാട് നിന്നാണ് ഡീൽ ആരോപണം തുടങ്ങുന്നത്. പാലക്കാട് CPM ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ് ഡീൽ ആരോപണം തുടങ്ങുന്നത്. ആ ഡീൽ ആരോപണം ആദ്യമായി പറയുന്നത് എവിടെ നിന്നാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അജണ്ട സെറ്റ് ചെയ്യുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് അത് വരുന്നത്. അവിടെ നിന്നാണ് തുടർന്ന് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫാബ്രിക്കേഷനുണ്ട്. അതായത് ഈ പറയുന്ന ന്യൂനപക്ഷ ഏകീകരണം എന്നുള്ള ഒരു വലിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെയാണ് ഈ പറയുന്ന പാലക്കാട് സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ അജണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ വികസന അജണ്ട മറികടക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ആദ്യമായി ഈ പറയുന്ന BJP-യുമായിട്ടുള്ള ഡീല് എന്നുള്ള സാധനം വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ SDPI ഡീലായി. ആദ്യം BJP ഡീലായിരുന്നു, പിന്നെ അത് SDPI ഡീലായി. ഇങ്ങനെ ഡീലുകളിലേക്ക് പോകുന്നു. ഡീലുകൾ കഴിഞ്ഞപ്പോൾ നേരത്തെ ശ്രീ ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പറയുന്ന പ്രകടന പത്രികയിൽ അഴിമതി എന്നുള്ള വലിയ ഒരു ഘടകമുണ്ട്. അപ്പോൾ കുറഞ്ഞപക്ഷം ഏറ്റവും അവസാനം അഴിമതി ആരോപണം നേരിട്ട നേതാവിനെങ്കിലും ആ വേദിയിൽ നിന്ന് മാറ്റി നിർത്താമായിരുന്നു. ഞാൻ ആരാണെന്ന് പേര് പറയുന്നില്ല. എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ തോതിൽ ഈ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ് ഈ രണ്ട് മുന്നണികൾക്കും. അത് UDF മാത്രമല്ല, NDAയും അതേ ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ പല ഘട്ടത്തിൽ പല തരത്തിൽ ഈ പറയുന്ന ശബരിമല മടക്കി കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തി. ശബരിമല കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയെ പോലും നേതാവിനെ കൊണ്ടുവന്ന് ശബരിമല വിഷയം പറയുന്നു. അതിന് കൃത്യമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ കൃത്യമായി ഒരു വലിയ തോതിലുള്ള മറുപടി തന്നെയാണ് കിട്ടുന്നത്. ആ മറുപടി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ മറയ്ക്കാനോ ഒളിക്കാനോ പറ്റാത്തൊരു മറുപടിയായി പോയി. ആ രാഹുൽ ഗാന്ധിയുടെ ആ സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ള ചോദ്യത്തിനുള്ള പറയുന്നവർ വന്ന സോഷ്യൽ മീഡിയ മറുപടി. ഇങ്ങനെ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വല്ലാത്ത ട്രോളായി പോയി. ഒരിക്കലും എനിക്കൊന്ന് കോൺഗ്രസ് അത് പ്രതീക്ഷിച്ചിട്ടേ മറുപടി അത് കേൾക്കുന്നവരാരും ചിരിക്കാതെ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അത്ര വലിയൊരു മറുപടിയായി പോയി. ആ മറുപടി അതിലപ്പുറം അതിന് മറുപടി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് ആ കാര്യങ്ങൾ അവർ തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ഡീൽ ആരോപണം, അല്ല, അതിന് മുഖ്യമന്ത്രി അടുത്ത ദിവസം വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞ് വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ജനങ്ങൾ മറുപടി പറഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ ആ ട്രോള് ഏറ്റെടുത്തപ്പോൾ അത് ഏറ്റെടുത്തു അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടാൽ ചിരിക്കാത്തവരായിട്ട് ഒരാളും ഉണ്ടാകില്ല. കാരണം അത് കാണുമ്പോൾ തന്നെ തൊട്ട് മുന്നിൽ വരുന്നത് പഴയ ഫോട്ടോകളാണ് നമ്മൾ മനസ്സിൽ വരുന്നത്. ഇനി ഡീൽ ആരോപണം, ഈ ഡീൽ ആരോപണത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ സമയത്ത് ഡീൽ ആരോപണമൊക്കെ നടത്താം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഉണ്ടായി പോകും. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ദേശീയ തലത്തിൽ ഒരു മുന്നണിയെ നയിക്കുന്ന, അത് ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഒരു നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് അത് പറയിപ്പിക്കുക എന്നുള്ളതിൽ അതിൽ പരം ഒരു വലിയ ഒരു പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാകാൻ സാധ്യതയില്ല, UDF ഉണ്ടാകുകയുമില്ല. കാരണം ഇത് കഴിഞ്ഞാൽ
കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ പാർലമെൻറ്റിലായാലും പാർലമെൻറ്റ് പുറത്തായാലും ഒന്നിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് വീണ്ടും ഇടതുപക്ഷത്തുമായി സഹകരിക്കാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷം സഹകരിക്കുന്ന മറ്റു കക്ഷികളുമായി, ഇപ്പോൾ തമിഴ്നാട്ടിലെ DMK-യുമായും മറ്റും സഹകരിക്കുക, എങ്ങനെ ഏത് തരത്തിലാണത് ഒത്തുപോകുക? രാഹുൽ ഗാന്ധി ആണ് ഈ പാർട്ടിയെ ഈ മുന്നണിയെ നയിക്കുന്നത് എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ, അത് ആ നിലപാടിന് പോലും ഇത് ചേർന്ന് പോകില്ല. അത്ര വലിയ ഒരു പാതകത്തിലേക്കാണ് രാഹുൽ ഗാന്ധിയെ ഈ പറയുന്ന കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ കൊണ്ട് എത്തിച്ചതെന്നുള്ളത് ഒരു കഷ്ടകരമായ കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഈ മുന്നണിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് BJP-യെ ഈ മുന്നണിയിലെ ഘടകകക്ഷികളെ ചേർത്തുകൊണ്ട് ഇടതുപക്ഷത്തെയും DMK പോലുള്ള പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഒരു മുന്നോട്ട് നയിക്കാൻ സാധിക്കും? അത്തരത്തിൽ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് അജണ്ടകളിൽ ഈ പറയുന്ന ഒരു വെട്ടിൽ വീണ ഒരവസ്ഥയിലാണ് കോൺഗ്രസും NDA-യും ഉള്ളതെന്നാണ് ഞാൻ കാണുന്നത്. ഈ വയനാട് ഒരു തലവേദനയായിട്ടുണ്ടോ അവസാന ദിവസങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്? വയനാട് കാര്യത്തിൽ ഞാൻ പറയാൻ വന്നൊരു കാര്യം മറന്നുപോയി. ശരത്ത് ശ്രദ്ധിച്ചോ? ആ വയനാടിൻ്റെ കണക്ക് എവിടെ എത്ര രൂപ പിരിച്ചു എന്ന് അറിയേണ്ടത് കൈരളിക്ക് മാത്രമാണ്. ബാക്കി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരാൾ പോലും അത് ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ തോതിൽ ക്ഷുഭിതനാകുന്ന ഈ പറയുന്ന VD സതീശനോട് തിരിച്ച് അതല്ല, എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ എല്ലാ ദിവസവും ചോദിക്കുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് കണക്ക് പുറത്തു വിടാത്തത് എന്നൊരു മറുചോദ്യം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു വലിയ ഖേദകരമായ കാര്യമാണ്. അതായത് ആ അജണ്ടയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ അത് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് മറ്റ് മാധ്യമങ്ങളിലെ നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ പോലും ഇക്കാര്യങ്ങൾ ചോദിക്കാത്തത്. അതേസമയം തിരിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം വലിയ പ്രതിസന്ധി ഉണ്ടായല്ലോ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ നോക്കൂ, ഒരേ ചോദ്യം തന്നെ. ഞാൻ ഒരു കാര്യം കൂടി, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി, ഈ കോൺഗ്രസ് നേതാക്കൾ ആരും വാർത്താ സമ്മേളനം നടത്തും. ഇപ്പോൾ M സ്വരാജ് വാർത്താ സമ്മേളനം നടത്തുന്നു, മുഖ്യമന്ത്രി സ്ഥിരമായി വാർത്താ സമ്മേളനം നടത്തുന്നു, CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഷാഫി മത്സരിക്കുന്നില്ലല്ലോ. ഷാഫിക്ക് വേണമെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിയായി വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്താം. ഞാനിന്ന് ഉച്ചയ്ക്ക് ഉമേഷോട് ചോദിച്ച പോലെ ഇത് വേഗത്തിൽ പോകാനും ഓടാനും താല്പര്യമില്ലാത്തപ്പോൾ നടന്നു പോകാനും പാകത്തിന് നിന്ന് മാത്രമേ മാധ്യമപ്രവർത്തകരെ കാണുകയുള്ളൂ. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കൊണ്ടുവന്നപ്പോഴും മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് അതിനുശേഷം കാര്യങ്ങൾ കേട്ട് പറഞ്ഞു. ഇന്ന് VD സതീശൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീലാൽ, മുഖ്യമന്ത്രിയോട് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, മുഖ്യമന്ത്രി വളരെ വിശദമായി LDF-ൻ്റെ അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള കാഴ്ചപ്പാടെല്ലാം പറഞ്ഞു വെച്ചപ്പോൾ ആദ്യത്തെ ചോദ്യം FCRയെ-കുറിച്ചാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെക്കുറിച്ചല്ലാതെ മറ്റെന്ത് ചോദിച്ചാലും പറയില്ല എന്നതാണ് അദ്ദേഹം എടുത്ത നിലപാട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ CPM നേതാക്കൾ LDF ചെയ്യുന്നത് പോലെ വാർത്താ സമ്മേളനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തണ്ടേ? ഇങ്ങനെ പാതയോരത്ത് വഴിയോരത്ത് നിന്ന് പോകുന്ന പോക്കിൽ എന്തെങ്കിലും പറഞ്ഞ് പോകുന്ന ശൈലിയാണോ ചെയ്യേണ്ടത്? ഇവർ ചുമതലപ്പെടുത്തി KPCC വൈസ് പ്രസിഡന്റായ ഷാഫിക്ക് വാർത്താ സമ്മേളനം നടത്തിക്കൂടെ? പോട്ടെ, രാജു P നായരെങ്കിലും വെച്ചുകൂടെ? വാർത്താ സമ്മേളനം നടത്തിയാൽ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് അവർക്ക് നല്ല വ്യക്തതയുണ്ട്. അതിന് മറുപടി പറയേണ്ടി വരും. അതിന് ആ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ വാർത്താ സമ്മേളനം മാത്രമല്ല ഈ പറയുന്ന വഴിവക്കിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഓടുന്നത് തന്നെ. അവിടെ തന്നെ ഇത്തരത്തിൽ വലിയ ദേഷ്യപ്പെടുക, ദേഷ്യം ഭാവിക്കുക, അത് അങ്ങനെ നിങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്നുള്ള ഇത് ഈ പറയുന്ന ഒരൊറ്റ ചോദ്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ കൈരളി മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അപ്പുറത്ത് മറുഭാഗത്ത് നോക്കൂ, ഇപ്പോൾ SDPIയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണെങ്കിൽ അത് അവിടെ വരുന്ന എല്ലാ റിപ്പോർട്ടർമാരും, മുതിർന്ന റിപ്പോർട്ടർമാരും ഒരേ സമയത്ത് നിന്ന് 2-3 പേര് ഉണ്ടെങ്കിൽ 3 പേരും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുക. മറ്റ് സ്ഥാപനങ്ങളിലെ റിപ്പോർട്ടർമാർ ഇതിനെ ചോദിക്കുക. അതാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഈ കണക്കറിയേണ്ടത് ഇപ്പോൾ കൈരളിക്ക് മാത്രമാണ്. വയനാട്ടിലെ കണക്ക് കൈരളിക്ക് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ അതേസമയം ഈ പറയുന്ന മറ്റ് കാര്യങ്ങളിൽ മറ്റ് വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വരുമ്പോൾ അത് എല്ലാവർക്കും അറിയണം.